എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ പാനിൽ വെച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ പനീർ ടിക്ക തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പനീർ ടിക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. സാധാരണ പനീർ ടിക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ എത്ര അളവിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ ക്യാപ്സിക്കോം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സവോളയും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേർഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാം. അപ്പോൾ ഒന്നും കൂടി കളർഫുള്ളായിട്ട് വരും. ഇനി ഇത് മാറ്റി വയ്ക്കുക. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബേസൻ. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇപ്പം മാരിനേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലപോലെ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ പുളിയുള്ള ഒരുപാട് ലൂസല്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത്രയ്ക്ക് ഒരു അളവിൽ വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. പനീർ ടിക്ക ആകുമ്പോൾ അത്യാവശ്യം പൊളി ഉണ്ടാവണമല്ലോ, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഹോം മെയ്ഡ് പനീർ, അതായത് വീട്ടിൽ പനീർ തയ്യാറാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ പിൻഡ് കമന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കൂടി പോരുത് കേട്ടോ, ശ്രദ്ധിച്ച് തന്നെ ചേർക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്, പെർമിറ്റഡ് ഫുഡ് കളർ. അപ്പോൾ ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് ഉണ്ടല്ലോ, അതിൻ്റെ സീഡ്സ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം, അതായത് അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയിൽ അരച്ചിട്ട് അതാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു ജാതിക്ക എടുത്തിട്ടുണ്ട്, അത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ, അതായത് ഒരു 2 നുള്ളൊക്കെ തന്നെ മതി. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ജാതിക്ക എന്ന് പറയുമ്പോൾ വയറിനൊക്കെ വളരെ നല്ലതാണല്ലോ. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൽ കൂടെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് തന്നെ ഇത് മാറും കേട്ടോ. അപ്പോൾ ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുക, പക്ഷേ നമ്മൾ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തിക്കായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്ത് എൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അങ്ങനെയായാലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഈ ഒരു മിക്സിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോരുത്, പക്ഷേ റോസ്റ്റ് ആയിട്ട് നല്ലൊരു മണം വരും, അതുവരെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചിക്കൻ ടിക്കയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഞാൻ പിൻ കമൻ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കളറൊന്നും മാറിയൊന്നും പോയിട്ടൊന്നുമില്ല. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ്, കണ്ടില്ലേ? ഒരുപാട് തിക്കായിട്ട് വരരുത്, ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് ഒരു ബാറ്റർ പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ തന്നെ ആയിരിക്കും കറക്റ്റായിട്ട് വരിക. ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കട്ടകളൊന്നും ഉണ്ടാവരുത്, കട്ടകളൊക്കെ തന്നെ മാറ്റിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പനീർ കഷ്ണങ്ങൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടിഞ്ഞു പോരുത് പനീർ ഒരിക്കലും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ പനീറിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ സവോളയും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് എടുത്തതിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത്
കൊടുക്കുകയാണ് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം സവോളയും കൂടി നമ്മൾ ഇതിൽ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കും. അപ്പോൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം, അപ്പോഴും നന്നായിട്ട് തന്നെ വരും. ശരിക്കും പനീർ ടിക്ക അല്ലെങ്കിൽ ചിക്കൻ ടിക്ക ഇതുപോലുള്ള റെസിപ്പികളൊക്കെ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് നന്നായിട്ട് തന്നെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ ടേസ്റ്റോ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഞാനിത് നല്ല കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലമാവ് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കടലമാവിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോരുത്, ടേസ്റ്റ് നന്നായിട്ട് വരില്ല. ഇനി ഞാനിവിടെ ബാംബൂ സ്ക്രൂവർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിപ്പോൾ ഓവനിൽ വെച്ചിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും പാനിൽ വെച്ചിട്ട് തയ്യാറാക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി സ്ക്രൂവറിലേക്ക് നമുക്ക് ആദ്യം ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സവാള ഒരു പീസ് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് പനീർ ഒരു പീസ് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു സ്ക്രൂവറിൻ്റെ അതായത് ഏകദേശം കവറാവണ ഒരു രീതിയിൽ രണ്ട് ഭാഗത്ത് കുറച്ച് സ്പേസ് ഒന്ന് വിടുക. നമുക്ക് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബാംബൂ സ്ക്രൂവർ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെറ്റൽ സ്ക്രൂവർ ആണെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടാണെങ്കിലും സെയിം രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ. എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി വെക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ, അതായത് പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ് മതിയാവും ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഗ്രിൽ മാർക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പിന്നെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കട്ടെ. അതിനുശേഷം പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പനീർ ടിക്ക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മാരിനേഷന്. ഇപ്പോൾ സ്ക്രൂവർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് പാനിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ഏത് ഡിപ്പിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. തൈരും പുതിനയൊക്കെ ചേർത്തിട്ടുള്ള ചട്നി ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു തവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒരിക്കലും കൂടിപ്പോയരുത്. അതിനുശേഷം ഈ എണ്ണ എല്ലാവിടേക്കും ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അളവിൽ വേണ്ട, വളരെ കുറച്ച് തന്നെ മതി. അപ്പോൾ തന്നെയായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. ഇനി നമ്മൾ തയ്യാറാക്കിയ ആ ഒരു പനീർ ടിക്ക ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പനീർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും. എല്ലാ ഭാഗവും നന്നായിട്ട് തിരിച്ചും മറിച്ചും തന്നെ വെച്ച് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പക്ഷേ ചെറിയ ഗ്രിൽ മാർക്സ് ഒക്കെ പോലെ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും. പനീർ ടിക്ക ആകുമ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഗ്രിൽ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രിൽ പാൻ ഉപയോഗിച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും. ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വരിക. കുറച്ച് സമയം എന്തായാലും നിങ്ങളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പക്ഷേ ശ്രദ്ധിക്കാട്ടോ, കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പനീർ ടിക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് വേണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ട് വന്നപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിരുന്നാലും ഇത് അത്രയ്ക്കൊന്നും നന്നായിട്ടൊന്നും വരില്ല കേട്ടോ. ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. പിന്നെ ഞാനിതുപോലെ അവിടെ ഇവിടെയും ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കണ്ട, കളർ മാറാത്തൊരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാ വശങ്ങളും നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിരിക്കും നന്നായിട്ട് തന്നെ ഇത് മാറുക കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്നില്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചും അങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോഴും നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.